ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് എല്ലാവരും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതാണ്, വാർത്തകളിൽ കൂടെയൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സംസാരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം എല്ലാവരും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്ത്രീകൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾ, അവർക്ക് എന്താ പറയുക, അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഒന്ന് എന്താ പറയുക, അവരുടെ പ്രൈവറ്റായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അവരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാനായിട്ടുള്ള ഒരുപാട് കഴുകന്മാരുണ്ടെന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് പറയുന്നതിൻ്റെ അകത്ത് ഇപ്പം നിലവിൽ അവർ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ആരുടെയും പേര് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. പേര് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പുറത്തേക്ക് വിടേണ്ടതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പണ്ട് കാലം മുതലേ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉള്ളൊരു സംവിധാനമാണ്. ഇത് ഇങ്ങനെ ഒരു ചൂഷണത്തെക്കുറിച്ച് ഇപ്പം ഒരു റിപ്പോർട്ട് വന്നെങ്കിൽ പോലും ഇത് പണ്ട് കാലം മുതലേ ഉള്ളതായിരിക്കണം, നമുക്കറിയില്ല. പണ്ട് മുതലേ പരാതിയുള്ള ആൾക്കാരുണ്ടാവും, പരാതി ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ ഏതായാലും കുറച്ച് പേര് മുന്നോട്ടിറങ്ങിയിട്ട് ഇതിനെക്കുറിച്ച് ഒരു ഹേമ കമ്മിറ്റി ഒരു പരാതിയൊക്കെ കൊടുത്ത്, അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ അഭിനയിക്കാനും അതിൽ ഫെയിം ആകാനും ഒക്കെ ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ അടങ്ങുന്ന ഒരുപാട് സംഘങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഓരോ ആൾക്കാർ, ഓരോ വ്യക്തികൾ ഇങ്ങനെ നിൽക്കുകയാണ്, സിനിമയിൽ അവസരം നൽകാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവസരത്തിനായിട്ട് കാത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ അതിലേക്ക് നീങ്ങുന്ന ആൾക്കാരെ അതിലേക്ക് വിളിക്കുന്ന ആളുകൾ, സിനിമയിലേക്ക് വിളിക്കുന്ന ആളുകൾ അവരുടെ ഇംഗിതത്തിന് വഴങ്ങാനായിട്ട് എന്താ പറയുക, ക്ഷണിക്കുകയും മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അറിയാതെ പെട്ടുപോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമയിൽ അഭിനയിക്കാൻ, മുഖ്യധാര സിനിമയിൽ മെയിൻ ആക്ട്രസ്സായിട്ട് അഭിനയിക്കാൻ വിളിച്ചിട്ട് അതിൽ ഇൻറ്റിമേറ്റ് സീൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ആദ്യം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പോലും ആദ്യം ഇൻറ്റിമേറ്റ് സീൻ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും പലതവണ അതിൽ നേരത്തെ ഡിസ്കസ് ചെയ്യാത്ത രീതിയിലുള്ള ഇൻറ്റിമേറ്റ് സീൻസൊക്കെ ഉണ്ട് ഉണ്ടെന്ന് പറയുകയും അവസാനം ആ നടി പിന്മാറുകയൊക്കെ ചെയ്യുകയും ചെയ്തു. അപ്പം അത് അങ്ങനെ വന്നപ്പോൾ ആ സംവിധായകൻ ആ നടിയെ എന്താ പറയുക, ഭീഷണിപ്പെടുത്തുകയും വഴങ്ങണോ ഇല്ലെങ്കിൽ അത് ആ ഇൻറ്റിമേറ്റ് സീൻസൊക്കെ വേറെ രീതിയിലൊക്കെ സിനിമയിൽ ഉൾപ്പെടുത്തുമെന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഭീഷണികൾക്ക് മുന്നിൽ പല സ്ത്രീകളും പേടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പല പുരുഷന്മാർക്കും, ഇപ്പോൾ ഈ പറയുന്നതനുസരിച്ച് പല പുരുഷന്മാർക്കും ധൈര്യം വന്നത്. കാരണം അവരെ ദുരുപയോഗം ചെയ്യാനും ഒക്കെ ആയിട്ട്, സ്ത്രീക്ക് ഒരു ശക്തിയില്ലായ്മ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവരെ കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കഴുകന്മാരായ പല പുരുഷന്മാരും സിനിമാ മേഖലയിൽ ഉണ്ടെന്നുള്ളത് തെളിവാണ് ഇന്നത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിനിമാ മേഖലയിൽ മാത്രമല്ല, ഇതുപോലെ തന്നെ മറ്റു മേഖലകളിലും പൊതുമേഖലയിലുള്ള പല സ്ഥലങ്ങളിലും സ്ത്രീയെ ഒരു പാഴ്വസ്തുവായിട്ടല്ല, ഒരു ബലമില്ലാത്ത, ശക്തിയില്ലാത്ത ഒരു വസ്തുവായിട്ട് കാണുന്ന പല ആളുകളുമുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെയുള്ള ഒരു താക്കീതായിട്ടാണ് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഈ സിനിമാ മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട്. ഇനിയും ഇതുപോലെ സിനിമാ മേഖല മാത്രമല്ല, മറ്റു പല എന്താ പറയുക, മറ്റ് പല വ്യവസായങ്ങളും അല്ലെങ്കിൽ മറ്റ് പല സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അതുപോലെ പൊതുവായിട്ടുള്ള പല സ്ഥലങ്ങളിലും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇതുപോലെ കമ്മിറ്റികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പുറത്തു വരുന്നത് ചിലപ്പോൾ ഇതിലും ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഈ ഹേമ കമ്മിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. കൊൽക്കത്തയിലെ ഡോക്ടർ അനുഭവിച്ച ആ ഒരു പീഡനം, അവിടെയും സ്ത്രീയെ കീഴ്പ്പെടുത്തി അവരെ വളരെ മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതായത് സ്ത്രീയെ ഒരു എന്താ പറയുക, ശക്തിയില്ലാത്ത വസ്തുവായിട്ടോ അല്ലെങ്കിൽ വസ്തുവായിട്ടുള്ള ശക്തിയില്ലാത്ത ആളുകളായിട്ട് കണക്കാക്കി അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന ഒരുപാട് കഴുകന്മാരുള്ള ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ തന്നെ വെളിയിലേക്ക് ശക്തി ആർജിച്ച് വരികയാണെങ്കിൽ, അതായത് അവർക്ക് എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയാനുള്ള ധൈര്യത്തോടു കൂടി വരികയാണെങ്കിൽ മുന്നോട്ടേക്ക് ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാമെന്നാണ് തോന്നുന്നത്. ഇന്നത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് കുറേ എന്താ പറയുക, നടന്മാരുടെയൊക്കെ പേരുകളും, അല്ലെങ്കിൽ നടന്മാരാണോ അതോ ഇതിൻ്റെ അകത്തുള്ളത് ആരൊക്കെയാണ്, നടന്മാരായിരിക്കാം അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്ഷനിലോ സിനിമയ്ക്കുള്ളിലുള്ള പല ആൾക്കാരുണ്ട്, അവരിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. അവരുടെ പേരുകൾ എന്തുകൊണ്ട് പുറത്തു വിട്ടിട്ടില്ല എന്നറിയത്തില്ല. അത് ആരെങ്കിലും പേടിച്ചിട്ടാണോ എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം സിനിമാ മേഖല മാത്രമല്ല, മറ്റു മേഖലകളിലും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.